ഫ്ലാറ്റിലിരിക്കുന്ന ആളുകൾ എവിടെയാണ് പോയത്? കൊട്ടാരക്കര എവിടെ പോയി? ഗണപതി അമ്പലത്തിൽ പോയി. ഗണപതി അമ്പലത്തിൽ പോയിട്ട് ഉണ്ണിയപ്പം വാങ്ങി. ഞാൻ പോയില്ല, ഞാൻ പോവില്ല. എനിക്ക് പറ്റുന്ന എപ്പോഴും ഇറങ്ങാൻ പറ്റുന്നവരുണ്ടാട്ടെ. ഒരു സ്ഥലത്ത് പോയാൽ ആകെ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയേ ഉള്ളൂ. ഇറങ്ങുക കയറുക ഇതൊക്കെ എനിക്ക് ടാസ്ക്കാണ്. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്ത് പോയി ഇറങ്ങാം. ഓക്കെ. അപ്പം അമ്മച്ചിയിലേക്ക് കുറേ നാളത്തെ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഗണപതി അമ്പലത്തിൽ പോയി. കുളത്തുപ്പുഴ കൂടെ പോയി മതി. ഓക്കെ, അവിടെ അപ്പം ശരിയാവും. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ, ഓരോ ഇഷ്ടങ്ങൾ. ഇട്ടൊക്കെ എന്തിനാണ് എവിടെയാണ് ഇഷ്ടം? കുളത്തുപ്പുഴ. അവിടെ എന്തിനാണ് പോണത്? മീൻ കാണാൻ. ഇവിടെ അവിടെ പോയി പിടിച്ചിക്കാം. പിന്നെന്തോന്നില്ല. ഇനി നമുക്ക് അടുത്ത സ്ഥലം കാണാം. അപ്പോൾ നമ്മൾ പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രത്തിൻ്റെ ആ ഒരു വൈബ് എടുക്കാനായിട്ടാണ് പിന്നെ പോയത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ടെൻഷൻ പിടിച്ച് സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുകയാണ്. എനിക്കറിയില്ല, ഞാൻ ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പുറത്തിറങ്ങണം. അപ്പോൾ കാക്കച്ചി പറഞ്ഞു എവിടെയെങ്കിലും പോവാം. അപ്പോൾ ഒരു വൈബ് ഉണ്ടാവുന്നത് ഇടത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പെരുവിരുത്തി മലനടയിലോട്ട് വന്നു. അവിടെ ഒരു പ്രാവശ്യം വന്നതാണ്, അന്ന് പക്ഷേ ഇറങ്ങാതെയാണ് വന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വന്നതെന്ന് വെച്ചാൽ ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. എനിക്കിത്തിരി സമാധാനമായിട്ടിരിക്കണം, ആളും പേരും ഒന്നും വേണ്ട, സമാധാനമായിട്ട് എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ വന്നത് കേട്ടോ. എനിക്ക് ഭീമാപ്പള്ളിയിൽ അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പക്ഷേ അവിടെ നിറച്ച ആളുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ചില ഇടങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മലനടയിലോട്ട് വന്നതെന്ന് വെച്ചാൽ എനിക്ക് അവിടുത്തെ ഒരു വൈബ് ഇഷ്ടമായി. അപ്പോൾ ചേച്ചിയും അമ്മയെടുത്ത് ഞാൻ ക്ഷേത്രത്തിൽ കയറാൻ പറഞ്ഞു. അവർ രണ്ടുപേരും പോയി. ഞാൻ ആ പുറത്തിരുന്നു. അവിടെ ഒരു പൈക്കുട്ടി, 2 മുട്ടനാടൊക്കെ ഉണ്ട്. അവിടുത്തെ ആചാരങ്ങളെല്ലാം വ്യത്യസ്തമാണ് കേട്ടോ. അവിടെ അതൊക്കെയാണ് നടക്കുന്നത്. ഇതാണ് മലനട. ഇവിടെയാണ് ഡെസ്റ്റിനേഷൻ. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇറങ്ങാതിരുന്നത്. ഇപ്പം ഞാൻ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇറങ്ങി. ഇവിടെ വേണ്ട ഒരു പൈക്കുട്ടി പിന്നെയുണ്ട്. പൈക്കുട്ടിയുണ്ട്, ഒരാടും കൂടെ ഉണ്ട്. മുട്ടനാട് നേർച്ചയ്ക്കായിരിക്കാം. അമ്മയൊക്കെ അവിടെ പോയി തൊഴുകുന്നുണ്ട്. അങ്ങോട്ട് പോയി. ഞാൻ എന്തായാലും പോകണില്ല, എനിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെയൊക്കെ നിന്നിട്ടുള്ള കളിയാണ് കളിക്കുന്നത്. പ്രകൃതി രമണീയമായ സ്ഥലം. അപ്പോൾ അമ്പലത്തിൽ നിന്ന് പ്രസാദം വാങ്ങിക്കാനായിട്ട് ചേച്ചി പോയി. അപ്പോൾ ഞാനും അമ്മയും കൂടെ, ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഓടിക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ ബാക്കിൽ നിൽക്കാൻ പറഞ്ഞു. നല്ലൊരു തറയല്ല, അപ്പോൾ വീണു പോയാലോ. അപ്പോൾ കാക്കച്ചി പറയാൻ ശ്രദ്ധിക്കണം, കാക്കച്ചി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താഴോട്ട് പോവുകയാണ് കേട്ടോ. താഴോട്ടാണ് പ്രകൃതി രമണീയം എന്ന് ഞാൻ പറഞ്ഞില്ലേ, താഴോട്ടാണ്. എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ ഉത്താന അമ്പലം ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലം. എൻ്റെ കൊച്ചിയിൽ ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്ന, എനിക്ക് ആ കുഞ്ഞിലെയുള്ള കാര്യങ്ങളുമായിട്ട് ഭയങ്കര ഓർമ്മയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം മറന്നുപോയി കേട്ടോ. അപ്പോൾ കാക്കച്ചി പറയാൻ അങ്ങനെയൊക്കെ പോവാം, ഇങ്ങനെയൊക്കെ പോവാം. ഞാനത് വീണിട്ടുണ്ടല്ലോ. ഞാൻ വീൽചെയറിൽ വീണ കഥ നിങ്ങൾക്കറിയാമോ? ആദ്യം ഈ വീൽചെയർ കയറിയിട്ട് പിറ്റേന്ന് ഞാൻ വീണായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ വരെയാണ് ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടിക്കുകയാണ് കേട്ടോ. ഓടിച്ച് കിടക്കുകയാണ്. കാക്കച്ചി ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ കാക്കച്ചി വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഭയങ്കര പൊളി വൈബാണ് അവിടെ എല്ലാം.
ഇപ്പോൾ കാണുന്നത് പോലെയല്ല, വൈകുന്നേരം പോകണം. ഞങ്ങളൊരു ഉച്ച സമയത്താണ് അവിടെ എത്തിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ വൈകുന്നേരം നമുക്ക് കഴിയില്ല. ചേച്ചിയുടെ വീട്ടിൽ പോകണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ വീൽ ചെയറിൽ അങ്ങനെ സുഗമമായി സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടോയെന്നില്ല, ഇറക്കമാണ്. എൻ്റെ വീൽ ചെയറിൻ്റെ ഫ്രണ്ട് വീലിന് പ്രശ്നവുമാണ്. അപ്പോൾ അറിയാമല്ലോ, വീണു പോകുന്നൊരു പേടി നല്ലപോലെ എനിക്കുണ്ട്. അങ്ങ് താഴോട്ടൊക്കെ നല്ല പച്ചപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കര മനസ്സിന് കുളിർമയാണ്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്, നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഉണ്ണിയപ്പം കിട്ടി. അവിടെ നമ്മൾ ഉണ്ണിയപ്പം വാങ്ങിയായിരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്. പിന്നെ ഇവിടെ നിന്ന് പ്രസാദം കിട്ടി, പായസച്ചോറ്. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങി ഇങ്ങനെ അവിടെയൊക്കെ നടന്നു. അവിടെയൊക്കെ ആരുമില്ല, ഒരമ്മ മാത്രം അവിടെ വന്ന് എന്നോട് ചോദിച്ചു ഇവിടെ നിന്ന് വരുന്നു എന്നതൊക്കെ. ആ സമയത്തൊക്കെ ആരുമില്ല. അമ്പലത്തിനകത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവിടെ പൂജ ചെയ്യാൻ പറ്റില്ല, പ്രത്യേക തരത്തിലുള്ള ആചാരങ്ങളും പൂജയും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ നടക്കുന്നത് കേട്ടോ. പ്രത്യേക തരത്തിലുള്ള പൂജകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലെ ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോൾ, എന്താണ് സങ്കടം എന്ന് വെച്ചാൽ പക്ഷേ ഭയങ്കരമായിട്ട് ഇല്ലാതാക്കി കളയുന്ന ചില സങ്കടങ്ങളുണ്ട്. മനസ്സിൻ്റെ വേദന പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഏറ്റവും പഴയ കാലത്തെ, നമ്മുടെ കുഞ്ഞിക്കാലത്തെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാഴ്ചയോ ഒരു കാര്യത്തിനെയോ നമ്മൾ ഓർത്തെടുത്താൽ തന്നെ നമുക്ക് സമാധാനം കൈവരും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സമാധാനം എന്ന് പറയുന്നത് പണ്ട് ഈ കാണുന്ന എൻ്റെ ബാക്കിൽ കാണുന്ന ദൃശ്യം, ഞാനിങ്ങനെ കൊച്ചായിരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പോകുന്ന വഴികൾ പോലെ തോന്നുന്ന വഴികൾ ആണ് ഇവിടെ വരുമ്പോൾ. അപ്പോൾ മലനട ഞാൻ വന്നിട്ടുണ്ട്, അന്ന് ഇറങ്ങിയില്ല, വണ്ടിയിൽ ഇരുന്നിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനുണ്ടായി 2 ദിവസം മുന്നേ, വലിയ ടെൻഷനുണ്ടായി, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഉണ്ണിയപ്പം ചവയ്ക്കുന്ന 2 മനുഷ്യർ കൊട്ടാരക്കര ഉണ്ണിയപ്പം. മലനടയിൽ ഉണ്ണിയപ്പം ഇല്ലല്ലോ, ഉണ്ടോ? ഇവിടെ ഉണ്ടോ ഉണ്ണിയപ്പം? അപ്പോൾ അങ്ങനെ മനസ്സിൻ്റെ വിഷമം വന്നപ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ മനസ്സൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇന്ന്. അങ്ങനെ സമാധാനം തേടി വന്നതാണ്. പ്രസാദമൊക്കെ കഴിച്ചു. അമ്പലത്തിൽ അകത്തോട്ട് കയറാൻ പറ്റുന്ന അവസ്ഥയല്ല, അതുകൊണ്ട് കയറുന്നില്ല ഞാൻ. ചിട്ടാകെ നടന്നൊന്ന് കണ്ടു, എല്ലാമൊക്കെ ചെയ്തു. സമാധാനം കിട്ടി എന്നുവെച്ചാൽ ഒരു പീസ്, നമുക്കൊരു വേറൊരു അനുഭവം, അതിനാണ് വന്നത്. ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും വരും. പക്ഷേ എന്താണ് ഞാൻ പറയുമ്പോൾ, ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നപ്പോൾ കളിയാക്കി ചിലർ. അവരോടൊക്കെ പറയാനായിട്ട് ഞാൻ വരുന്നുണ്ട് വേറൊരു വീഡിയോയുമായിട്ട്. ഇത് സന്തോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ്. എല്ലാവരും പറ്റുമെങ്കിൽ പോരുവഴി മലനട ഇവിടെ വരണം, ഒരു വൈകുന്നേരം വരണം, പോളി വൈബായിരിക്കും. ഞാൻ അന്നേ നമ്മുടെ വീട്ടിലെ പിള്ളേരെ കൊണ്ട് വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവർക്ക് ഇന്നും വരാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർ വന്ന് അവിടെ പൊളിക്കും. അവർക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരിടമാണ് ഇവിടെ. പറ്റുന്നവർ വരണം കേട്ടോ. മലനട ദുര്യോധന ക്ഷേത്രം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ദുര്യോധന ക്ഷേത്രം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഇവിടെയാണ് ദുര്യോധന ക്ഷേത്രം ഉള്ളത്. ഓക്കെ, ഇവിടെ നിന്ന് കയറിപ്പോയി ഇനി ഒരു ചായ കുടിക്കണം. കഴിക്കലും എൻ്റെ ഒരു സന്തോഷത്തിൽ പെടും. കാക്കച്ചി പറയൂ, എന്താണ് പറയാനുള്ളത്? എന്താണ്? അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കയറാൻ ഭാവിക്കുകയാണ് കേട്ടോ. നല്ല കുത്ത് കയറ്റമാണ്. കയറി പോകുമ്പോഴത്തേക്കും വീഴുമെന്നുള്ള പേടിയുണ്ട് കേട്ടോ. അപ്പോൾ കാക്കച്ചി വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാക്കച്ചി ചോദിക്കാണ് പോകുമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ കൊണ്ടുവയ്ക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവളെന്നെ ഇങ്ങനെ തള്ളാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കയറാം, നീ എന്നെ ബാക്കിൽ നിന്ന് പിടിക്കുമെന്ന് പറയും. അപ്പോൾ എല്ലാവരും പറയില്ലേ, കൊള്ളാം, തീറ്റ പവറല്ലേ, പവറാണ് എന്നൊക്കെ പറയും. ഒരു പവറും അല്ല. നമ്മളൊരു സാധാരണ മനുഷ്യനാണ്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയാം. അമ്മച്ചിയും കൂടെ തള്ളയാണ് കേട്ടോ. അമ്മച്ചിയുടെ വിചാരം വെച്ചാൽ വീണ് പോയാലോ എന്നാണ്. വീട് തലയെങ്ങാനും പൊട്ടിയ പെണ്ണിനെ എടുത്തോണ്ട് ആശുപത്രി ഓടണ്ടേ വേണ്ടായിരിക്കും തള്ളുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ കയറി. എനിക്ക് കൊച്ചുങ്ങൾ, നമ്മുടെ വീട്ടിലെ പിള്ളേരുണ്ടല്ലോ, കുട്ടികൾ 2 പേര്, അവർ 2 പേരെയും കൊണ്ടുവന്ന് അവിടെ പൊളിക്കും. ഒരു ഫോട്ടോ എടുക്കാൻ ഒരുപാടുണ്ട്. താഴോട്ട് ഇറങ്ങി പോയാൽ, വയലിലോട്ട് പോയാൽ നല്ല ഏലായാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയാൽ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ കിടന്ന് കറങ്ങുകയാണ് കേട്ടോ. പെരുവിരുത്തി ഈ മലനട
നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് നോക്കണം. നല്ലൊരു വൈബാണ്. അവിടുത്തെ രീതികളെ കാര്യങ്ങളോ കുറിച്ചോ ഒന്നും എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എന്ത് വേണോ, ആചാരങ്ങൾ അനുഷ്ഠിക്കണോ അങ്ങനെ ചെയ്യാം, പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പ്രാർത്ഥിക്കാതിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം. ഹായ്, അങ്ങനെ വണ്ടിയിൽ കയറി. എൻ്റെ സാഹസികമായ വണ്ടിയിൽ കയറ്റമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പോകാം. ഇനി നമുക്ക് വേറൊരിടത്തേക്ക് പോകാം. അങ്ങനെ നമ്മളെ പോകുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയൊരു ദിവസം എന്ന നിലയിൽ ഞാനിതിവിടെ വയ്ക്കുന്നു. നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് സ്നേഹത്തോടെ ദീജ.